നെക്സ്റ്റ് നമ്മൾ ആ ഫിനിഷിംഗ് വർക്കിൽ വരുന്ന രണ്ടാമത്തെ ടോപ്പിക്കാണ് പ്ലാസ്റ്ററിംഗ് എന്ന് പറയുന്നത്. പ്ലാസ്റ്ററിംഗ് എന്ന് പറഞ്ഞാൽ വെരി കോമൺ ആണ്. അതായത് നമ്മൾ ചുമര് തേക്കുന്ന ആ ഒരു പ്രോസസ്സ് ഇല്ലേ, അതിനാണ് ശരിക്കും പറഞ്ഞാൽ പ്ലാസ്റ്ററിംഗ് എന്ന് പറയാം. ഓക്കെ, ഇറ്റ് ഈസ് യൂസ് ടു ഡിസ്ക്രൈബ് തിൻ കവറിംഗ് ദാറ്റ് ഈസ് അപ്ലൈഡ് ഓൺ ദ സർഫസ് ഓഫ് വാൾ ആൻഡ് സീലിംഗ്. ഓക്കെ, വാളിൻ്റെ മേലെയും അല്ലെങ്കിൽ സീലിൻ്റെ മേലെയൊക്കെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു തിൻ കവറിങ്ങിനെയാണ് നമ്മൾ പ്ലാസ്റ്ററിംഗ് എന്ന് പറയാം. It removes uneven surfaces and sometimes plastering is used to give decorative effects. ഓക്കെ, സാധാരണ രീതിയിൽ ആ ഒരു അൺഈവ്നെസ്, അതായത് നമ്മളെ സർഫസ് ഒന്ന് ഈവൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യും. അതുപോലെ തന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഡെക്കറേറ്റീവ് എഫക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി നോർമലി പ്ലാസ്റ്ററിങ്ങിൻ്റെ തിക്നെസ് നമ്മൾ പറയുക 12 mm ആണ്. ഓക്കെ, any plasters are specially prepared for the use either as protective plasters or as a decorative plasters. നമ്മളെ പ്ലാസ്റ്റേഴ്സ് നമ്മൾ മെയിനായിട്ട് രണ്ട് പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ഒന്നെന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ തേക്കാണ്ട് ചുമരിട്ട് കഴിഞ്ഞാൽ ചിലപ്പം കെമിക്കൽ റിയാക്ഷനോ അല്ലെങ്കിൽ വെള്ളമൊക്കെ വന്ന് അത് കേടുപാടുകൾ സംഭവിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം അതിന് വേണ്ടി ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് പ്ലാസ്റ്റേഴ്സ്. അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റീവ് പ്ലാസ്റ്റേഴ്സ് എന്ന് വിളിക്കും. അതുപോലെ തന്നെ നമ്മളൊരു ഡെക്കറേറ്റീവ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പ്ലാസ്റ്ററിങ്. ഇപ്പോൾ ചില സീലിങ്സ്, ചില വോളൊക്കെ നിങ്ങൾ കാണാറില്ലേ, കുറച്ചൊരു വേറൊരു ഡിസൈനിങ്ങിൽ അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ മാറ്റ് ഫിനിഷ്, അങ്ങനെ പല വെറൈറ്റിയിൽ ഇപ്പം എന്താണ് പ്ലാസ്റ്ററിങ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഫ്ലാറ്റിൽ കൊടുക്കാണ്ട് ചെറിയ ചെറിയ എന്താ പറയുക, പല മോഡലിലും ഇപ്പം പ്ലാസ്റ്ററിങ് അവൈലബിൾ ആണ് അല്ലേ. അപ്പം അങ്ങനെ ഒരു ഡെക്കറേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്ലാസ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്ലാസ്റ്ററിങ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻ പ്രൊട്ടക്റ്റീവ് കവറിങ് ദ പ്ലാസ്റ്റേഴ്സ് സേവ് ദ ബ്രിക്ക് ഓർ സ്റ്റോൺ ഓവർ വിച്ച് ഇറ്റ് ഈസ് അപ്ലൈഡ് ഫ്രം ഡയറക്റ്റ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് അറ്റാക്ക് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ആൻഡ് ഓൾസോ ഫ്രം വിൻഡ്, റെയിൻ ആൻഡ് ഹാംഫുൾ ഇൻഡസ്ട്രിയൽ ഗ്യാസസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രൊട്ടക്റ്റീവ് പ്ലാസ്റ്റേഴ്സ്, അതായത് പ്രൊട്ടക്റ്റീവ് എഫക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാസ്റ്ററിങ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഈ അന്തരീക്ഷത്തിലുള്ള ഓരോരോ എന്താ പറയുക ഹാംഫുൾ ആയിട്ടുള്ള ഗ്യാസസ്, ഇൻഡസ്ട്രിയൽ ഗ്യാസസ്, അല്ലെങ്കിൽ കാറ്റടിക്കുന്ന സമയത്ത് മഴ, ഇതെല്ലാം ഈ ഒരു എന്താ പറയുക നമ്മളെ ബ്രിക്കായാലും സ്റ്റോൺ ആയാലും അതിന് കേടുപാട് സംഭവിക്കാൻ ചാൻസസ് കൂടുതലാക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, പ്രൊട്ടക്റ്റീവ് കവറിങ് ആയിട്ടാണ് നമ്മൾ പ്ലാസ്റ്റേഴ്സ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആസ് എ ഡെക്കറേറ്റീവ് ഫിനിഷ് പ്ലാസ്റ്റേഴ്സ് ആർ യൂസ് ടു ഗിവ് മെനി അപ്പീലിംഗ് ഷെയ്ഡ്സ് ആൻഡ് ഫിനിഷ് ഡിസൈൻ ടു ദ കൺസ്ട്രക്ഷൻ. അപ്പം ഡെക്കറേറ്റീവ് ഫിനിഷിന് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പല കളേഴ്സിൽ, പല ഷെയ്ഡുകളിൽ, പല ഫിനിഷിംഗ് ആയിട്ട് ഈ ഡെക്കറേറ്റീവ് പ്ലാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഡെക്കറേറ്റീവ് പ്ലാസ്റ്റേഴ്സ് അവൈലബിൾ ആണ്. ഓക്കെ, ദ ഡെക്കറേറ്റീവ് പ്ലാസ്റ്റേഴ്സ് ഫൈൻഡ് commonest application in the interior of the wall, whereas protective plasters are a must on the exterior wall in good quality building construction. നമ്മൾ ഡെക്കറേറ്റീവ് പ്ലാസ്റ്റേഴ്സ് നോർമലി അധികം എക്സ്പോസ്ഡ് അല്ലാത്ത ഏരിയാസിലാണ് നമ്മൾ കൊടുക്കാറ് അല്ലേ. ചിലപ്പം നമ്മൾ വരാന്ത അവിടെയൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്, എന്നാലും കൂടുതലായിട്ട് ഡെക്കറേറ്റീവ് പ്ലാസ്റ്റേഴ്സ് ഇൻറ്റീരിയർ സൈഡിലാണ് കൊടുക്കാറ്. ഓക്കെ, ഇനി നമുക്ക് ഒരു 3 ടൈപ്പ് ഓഫ് പ്ലാസ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ഫസ്റ്റ് പറയുന്നത് ലൈം പ്ലാസ്റ്റർ, സെക്കൻഡ് ഈസ് സിമെൻറ്റ് പ്ലാസ്റ്റർ, തേർഡ് പറയുന്നത് ജിപ്സം പ്ലാസ്റ്റർ. അതിൽ ഫസ്റ്റ് പറയുന്നത് ലൈം പ്ലാസ്റ്റർ. ലൈം പ്ലാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പം അങ്ങനെ അവൈലബിൾ അല്ല. അതായത് സ്ലേറ്റ് ലൈമും അതുപോലെ തന്നെ സാൻഡ് സുർക്കിയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടാവുന്ന ഒരു ടൈപ്പ് ഓഫ് പ്ലാസ്റ്ററാണ് ലൈം പ്ലാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പം ലൈം പ്ലാസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ലൈമിൽ ഹീറ്റ് ചെയ്യുമ്പം കിട്ടുന്നതാണ് ക്വിക്ക് ലൈം അല്ലേ. അപ്പോൾ ക്വിക്ക് ലൈമിൽ വാട്ടർ ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ വാട്ടർ മിക്സ് ചെയ്യുമ്പം കിട്ടുന്നതാണ് നമ്മളെ സ്ലേക്ക് ലൈം എന്ന് പറയുന്നത്. സ്ലേക്ക് ലൈമും അതുപോലെ തന്നെ സാൻഡ് സുർക്കി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ബ്രിക്ക് വർക്കിൻ്റെ ഒക്കെ ഒരു എന്താ പറയുക, ബ്രിക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ഡസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു കളറിലുള്ള ബ്രൗൺ ഷെയ്ഡിലുള്ളൊരു മെറ്റീരിയലാണ് സാൻഡ് സുർക്കി എന്ന് പറയുന്നത്. ബ്രിക്ക് ഉണ്ടാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, അതേമാതിരിയുള്ളൊരു മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ സാൻഡ് സുർക്കിയും ഈ സ്ലേക്ക് ലൈമും കൂടെ 1 to 2 അല്ലെങ്കിൽ 2 to 3 നമ്മൾ റേഷ്യോ പറയുന്നത്. അതായത് സ്ലേക്ക് ലൈം ഇപ്പോൾ 1 ആണെങ്കിൽ സാൻഡ് സുർക്കി നമ്മളൊരു 2 to 3 അങ്ങനെയാണ് റേഷ്യോ പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്ലേക്ക് ലൈം ആൻഡ് സാൻഡ് ഇൻ ദ റേഷ്യോ ഓഫ് 1 ലൈം to 2 to 3 സാൻഡ് സുർക്കി, അങ്ങനെയാണ് സാധാരണ രീതിയിൽ നമ്മളതിൻ്റെ എന്താ പറയുക റേഷ്യോ പറയാറ്. ഓക്കെ, സ്പെഷ്യലി യൂസ്ഫുൾ ആസ് പ്രൊട്ടക്റ്റീവ് പ്ലാസ്റ്റേഴ്സ് ഓൺ ദ ഇന്നർ സൈഡ് ഓഫ് ദ വോൾ. സാധാരണ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി സിമെൻറ്റ് പ്ലാസ്റ്റർ ഈസ് വെരി കോമൺ. സാധാരണ രീതിയിൽ
നമ്മൾ സിമെൻറ്റും സാൻഡും വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നതിനാണ് നമ്മൾ സിമെൻറ്റ് പ്ലാസ്റ്റർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് പ്രൊട്ടക്റ്റീവ് കവറിങ് ആയിട്ടും കൊടുക്കാറുണ്ട്, ഡെക്കറേറ്റീവ് ഫിനിഷിന് വേണ്ടിയിട്ടും കൊടുക്കാറുണ്ട്. സാധാരണ രീതിയിൽ 1:3 1 സിമെൻറ്റിന് 3 സാൻഡ് എന്നുള്ള രീതിയിലാണ് നമ്മൾ സാധാരണ സിമെൻറ്റ് പ്ലാസ്റ്ററിൻ്റെ റേഷ്യോ പറയുക. ഓക്കെ, സാധാരണ സിമെൻറ്റ് പ്ലാസ്റ്റർ സിംഗിൾ കോട്ടിലാണ് കൊടുക്കാറ് കേട്ടോ. ഇനി ജിപ്സം പ്ലാസ്റ്റർ. ജിപ്സം പ്ലാസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ഇതിൽ ജിപ്സം ആണ് നമ്മൾ സാധാരണ ഇപ്പോൾ സിമെൻറ്റിൻ്റെ ലൈമിനൊക്കെ പകരമായിട്ട് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ജിപ്സാണ് ബൈൻഡിങ് മെറ്റീരിയലായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദേ കണ്ടെയ്ൻ ബിസൈഡ്സ് കാൽസിൻഡ് ജിപ്സം എ ഫിക്സ്ഡ് പ്രപ്പോർഷൻ ഓഫ് ഫൈൻ സാൻഡ്. അതുപോലെ തന്നെ കാൽസിൻഡ് ജിപ്സം ഉണ്ട്, അതുപോലെ തന്നെ ഒരു ചെറിയ എമൗണ്ടിൽ ഫൈൻ സാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സാധാരണ രീതിയിൽ ആർക്കിടെക്ചറൽ ഫാൻസീസ് അല്ലെങ്കിൽ ഡെക്കറേറ്റീവ് ഡിസൈൻസിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ജിപ്സം പ്ലാസ്റ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പറയുന്നത് ഫയർ റെസിസ്റ്റൻറ്റ്, ഗ്രേറ്റ് റെസിസ്റ്റൻസ് ടു ഫയർ ആണ്. അതുപോലെ തന്നെ നല്ലൊരു ഹീറ്റ് ആൻഡ് സൗണ്ട് ഇൻസുലേറ്റർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പെട്ടെന്ന് തന്നെ അത് സെറ്റാവും, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഹാർഡാവും ചെയ്യും. ഓക്കെ, ആൻഡ് ദേ അണ്ടർഗോ വെരി ലിറ്റിൽ എക്സ്പാൻഷൻ ഓർ കോൺട്രാക്ഷൻ. അധികം പെട്ടെന്ന് എന്താവില്ല, ഭയങ്കര എക്സ്പാൻഷനും കോൺട്രാക്ഷനും ഇതാവില്ല. ചെറിയ രീതിയിൽ മാത്രമേ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷന് ഇതാവുള്ളൂ. ഇനി കോമൺ ടൈപ്പ് ഓഫ് ജിപ്സം പ്ലാസ്റ്റേഴ്സ് ആണ് റെഡി മിക്സ് പ്ലാസ്റ്റേഴ്സ്, അതുപോലെ തന്നെ ജിപ്സം നീറ്റ് പ്ലാസ്റ്റർ, കീൻ സിമെൻറ്റ് ആൻഡ് സ്റ്റുക്കോ സിമെൻറ്റ്. ഇത് കുറച്ച് ടൈപ്പ് ഓഫ് ജിപ്സം പ്ലാസ്റ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളെ ഈ ഒരു ടോപ്പിക്കിൽ വരുന്ന പോയിൻറ്റ്സ്. ഓക്കെ.